ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ഒപ്പം ഈ വീഡിയോയിൽ വേറെ രണ്ടുപേരും കൂടി ഉണ്ട്, ആതിര ആൻഡ് കാർത്തിക. ഇവര് ഇവിടെ ടീച്ചിങ് കോഴ്സ് പഠിക്കുകയാണ്. അപ്പം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഈ കോഴ്സിനെ പറ്റി. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും പലർക്കും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം നമുക്ക് നേരിട്ട് തന്നെ ടീച്ചിങ് കോഴ്സ് മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ് പഠിക്കുന്നവരാണ് ഇവർ രണ്ടും, യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോയില്. അപ്പം ഇതിന്റെ കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ ഡൗട്ടുകൾ തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് ഇവരോട് രണ്ടുപേരോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് ടീച്ചിങ് എന്ന ആശയം അതിലേക്ക് എങ്ങനെ വന്നു? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന് തുടങ്ങാം. ആദ്യം തുടങ്ങട്ടെ. ഹായ് ഓൾ. ന്യൂസിലൻഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ മുൻപേ എനിക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3.5 years ആയിട്ട് നാട്ടിലൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം എന്റെ ഹസ്ബൻഡ് മിഡിൽ ഈസ്റ്റിലാണ്, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ സ്കൂള് നോട്ട വിട്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്യുന്നത്. പക്ഷെ റിസൈൻ ചെയ്ത് ഞാൻ സൗദിയിലേക്ക് ചെന്നപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സ്കൂൾസ് നമ്മളെ പെട്ടെന്ന് എടുക്കും. ഇന്റർനാഷണൽ സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അതിന്റെ റീസൺ, ഞാൻ ഒരു സ്കൂളിൽ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അവർക്ക് കുറച്ചും കൂടെ സ്ട്രോങ് കാൻഡിഡേറ്റിനാണ് ആവശ്യം. സ്ട്രോങ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രോഗ്രാം ചെയ്തിറങ്ങിയ ഒരാളുടെ. അപ്പോ അങ്ങനെ ചെയ്യാമെന്ന ഡിസിഷനിലേക്ക് വന്നു. ശേഷം ഉള്ള കഥ ജിസ്മിക്ക് അറിയാമല്ലോ. ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പി നോക്കി ഏതായിരിക്കും നല്ലൊരു പ്രോഗ്രാം എന്ന്. അപ്പോഴാണ് ജിസ്മിയുടെ വീഡിയോയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് ന്യൂസിലൻഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത് ടീച്ചിങ് പ്രോഗ്രാം ചെയ്യാൻ. പക്ഷെ അതിനു മുന്നേ തന്നെ ഏതെങ്കിലും ഒരു പുറത്ത് രാജ്യത്ത് പോയി പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു അല്ലെ? എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒരു ബിഗർ പിക്ചർ എന്റെ മനസ്സിലുണ്ടായിരുന്നു ടീച്ചിങ്ങിനെ പറ്റി. ആതിരക്ക് നാട്ടില് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന ആളാട്ടോ. എയ്ഡഡ് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് റിസൈൻ ചെയ്ത ആളാണ്. അതൊരു ഭയങ്കര കറേജ് തന്നെയാണ്. അങ്ങനെ ജോലി ഇതെടുക്കാന്ന് പറയുന്നത് ഭയങ്കര കറേജാണ്. നാട്ടില് ജോലി കിട്ടാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് കാർത്തികയോട് ചോദിക്കാം, എന്തുകൊണ്ട് വൈ ന്യൂസിലൻഡ് ടീച്ചിങ്? ആദ്യമേ തന്നെ എന്റെ പാഷനും എനിക്കിഷ്ടം ടീച്ചിങ് തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ നാട്ടില് ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, 2 സ്കൂളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാൻ എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വന്നു. അപ്പൊ ഞാന് ഫസ്റ്റ് എനിക്ക് ടീച്ചിങ് തന്നെയായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ടീച്ചിങ് കോഴ്സ് തന്നെ നോക്കാം എന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്തിരുന്നു. എന്നിട്ട് കൺട്രീസ് ഒത്തിരി നോക്കി, UK, കാനഡ, അങ്ങനെ പലതും ട്രൈ ചെയ്തില്ല. ജസ്റ്റ് ഓരോ കൺട്രീസിനെ കുറിച്ചും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു. എന്നിട്ട് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആണ് ഫസ്റ്റ് പ്രിഫറൻസിൽ വന്നത്. പക്ഷെ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് കോഴ്സ് ചെയ്യാനാണെങ്കിൽ IELTS ഓരോന്നിനും 7 വേണം. അതേസമയം ഓസ്ട്രേലിയയിൽ നോക്കുകയാണെങ്കിൽ പല യൂണിവേഴ്സിറ്റി നോക്കിയപ്പോഴത്തേക്ക് 7.5, 8 വേണം. അതുപോലെ അവിടുത്തെ ടീച്ചിങ് കോഴ്സ് ഞാൻ നോക്കിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ 2 years ഉണ്ടായിരുന്നു. അപ്പോ 2 years വരുമ്പോ നമ്മുടെ 2 വർഷത്തെ ഫീസും വരും. അപ്പൊ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൂടുവാണത്. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ഓപ്ഷനായ ന്യൂസിലൻഡിലോട്ട് പ്രിഫർ ചെയ്തത്. അവിടെ ആകുമ്പോൾ നമുക്ക് 1 year കോഴ്സാണ്, 1 year ഫീസ് മതി. പിന്നെ നമുക്ക് 7 മതി, അറ്റ്ലീസ്റ്റ് 7 മതി എന്നുള്ളൊരിതുണ്ട്. പിന്നെ IELTS അല്ലെങ്കിൽ PT അല്ലെങ്കിൽ PT എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഇല്ല എന്നാണ് അറിവ്. ക്ലിയർ ആയിട്ട് ടീച്ചിങ് പ്രോഗ്രാമിന് IELTS തന്നെ ചോദിക്കുന്നതാണ് ഇതുവരെ. ഞാനും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ന്യൂസിലൻഡ് എന്നും അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടിൽ എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? അതിപ്പം പറഞ്ഞു, നമ്മള് ഇപ്പൊ തന്നെ പറഞ്ഞു. ആതിര നാട്ടില് രണ്ടുപേരും ടീച്ചിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ബയോളജിയാണ്, ഫിസിക്സ് ആണ്. പിന്നെ അതിനിടയ്ക്ക് ഈ നിങ്ങളിപ്പം കഴിഞ്ഞ് ഒരു ടീച്ചിങ് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടായിരുന്നോ?
എനിക്ക് 1 ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 1 year gap. പക്ഷെ ഞാൻ ആ 1 ഇയർ ഗ്യാപ്പ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓൺലൈനായിട്ട് ടീച്ചിങ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ശരിക്കും എന്റെ മനസ്സിൽ ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യരുത് എന്ന് എനിക്ക് മുൻപേ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അതിനകത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെ ഷോർട്ട് പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഉപയോഗപ്പെട്ടു വിസയ്ക്ക് വെച്ചപ്പോ. ഗ്യാപ്പ് ഞാൻ അതാ കാണിച്ചത്. അത് ആ കോഴ്സുകളെ കുറിച്ചൊന്ന് പറയാവോ? എന്തായിരുന്നു ചെയ്ത കോഴ്സുകൾ? ഷോർട്ട് ടൈം കോഴ്സുകളാ? എല്ലാം ഷോർട്ട് ടൈം ആണ്. 3 വീക്സ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ലെങ്തി ആയിട്ട് ചെയ്തിരിക്കുന്നത് 6 വീക്സ് ആണ്. അതിൽ ശരിക്കും ആയിട്ടോറയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഒരു രസത്തിന് ചെയ്യുന്നതാണല്ല, പക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അതായത് ഞാൻ ആ ജോയിൻ അല്ലല്ല പേയ്മെന്റ് ഉണ്ട്, ഡോളേഴ്സിലാണ് പേയ്മെന്റ് ഉണ്ടായിരുന്നു. മന്ത്ലി പേയ്മെന്റ് ആണ്. ആ മന്ത്ലി പേയ്മെന്റിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്ത് ചെയ്യാം. അതിനകത്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തൊന്ന് ആയിട്ടോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. കാര്യം ഇൻക്ലൂസീവ് എന്ന് പറയുന്നെങ്കിലും ഇതുവരെ അത് നടപ്പിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. ലെസൺ പ്ലാൻ ഇൻക്ലൂസീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്കിലേ എല്ലാ കുട്ടികളെയും അത് ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ എങ്ങനെ ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിൽക്കല്ലേ, അപ്പൊ കുറച്ചും കൂടെ സ്കിൽ എൻഹാൻസ്മെന്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്ത പ്രോഗ്രാംസ് അതൊക്കെ. ഡിസബിലിറ്റിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു 4 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ ടീച്ചിങ്ങിനോട് എത്ര പാഷനുള്ള ആളുകളാണെന്നല്ലേ. കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം ടീച്ചിങ്ങിൽ പാഷൻ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ നല്ല പാടാണെന്നുള്ളത് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം കാർത്തികയുടെ ബാക്ക്ഗ്രൗണ്ട് ടീച്ചിങ് തന്നെയായിരുന്നു. ഞാൻ ബി എഡ് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ബി എഡ് ഫൈനൽ സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു CBSE സ്കൂളിൽ കിട്ടി. ആ സമയത്താ കോവിഡ് വരുന്നത്. അപ്പൊ 2 വർഷം കോവിഡ് കാരണമുള്ള കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അത് കാരണം ഡയറക്റ്റ് പോയിട്ടുള്ള ടീച്ചിങ് കുറവായിരുന്നു, ഓൺലൈൻ ടീച്ചിങ് ആയിരുന്നു കൂടുതലും. അങ്ങനെ 2 വർഷം അങ്ങനെ വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. 1 വർഷം അങ്ങനെ വർക്ക് ചെയ്തു. അതിന്റെ അടുത്ത വർഷം ഞാനായിട്ട് തന്നെ പോയില്ല, കാര്യം നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് പോയില്ല. അവിടെയും നമ്മുടെ PTയും ബാക്കി പ്രോസസ്സിംഗും ആയതുകൊണ്ട് ഒരു ഗ്യാപ്പായിട്ട് വന്നില്ല. ഇപ്പം എന്തായാലും ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുകയാണ്. അപ്പം എന്തായാലും പ്രോസസ്സിംഗ് തുടങ്ങി, ഈ ഒരു പ്രോസസ്സിങ്ങിന് എത്ര ടൈം എടുത്തു? ഒന്ന് വിസ കിട്ടേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഇത് പറയുമ്പോ നമുക്ക് വിസ കിട്ടിയ ടൈം എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു നമ്മള് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത് തൊട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞ അതായത് നമ്മുടെ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്, ഈവൻ PT നമുക്ക് ആദ്യമേ നമ്മളത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഒരു ഡിസിഷൻ ആണ്, എത്ര സമയം എടുത്ത് പഠിക്കണം എന്നുള്ളത്. അതിനുശേഷം PT കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് പറയുവാണെങ്കിൽ, PT കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒരു വിസയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു 2 മന്ത് ടൈമെങ്കിലും നമുക്ക് കുറഞ്ഞത് വേണം. കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഫസ്റ്റ് നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഓഫർ കിട്ടി കഴിയുമ്പോ എല്ലാം ആയി നമ്മൾ വിചാരിക്കും. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ആദ്യം IELTS കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ IELTS ആയിരുന്നു ഏറ്റവും വലിയ കടപ്പാട്. അത് കഴിഞ്ഞ് ഓഫർ കിട്ടാനായിരുന്നു എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട്. പക്ഷെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വിസ കിട്ടുന്നത് വരെയും ഒരു വലിയ ടാസ്ക് ആണ്. ടീച്ചിങ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഓഫർ കിട്ടി കഴിഞ്ഞ ശേഷം അറിയുന്നേ നമ്മൾ ഓൾറെഡി PTയും ഇതെല്ലാം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരു എക്സാമിനേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് അറിയുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്കൊരു ന്യൂമറസി ടെസ്റ്റ്, ലിറ്ററസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ടീച്ചിങ് കൗൺസിലിന്റെ നിർദ്ദേശമുണ്ട്. ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നവരെല്ലാം ന്യൂമറസി ലിറ്ററസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം.
എടുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അതൊരു സിമ്പിൾ ടെസ്റ്റ് ആണ്, ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോ അതുണ്ട്. അപ്പൊ ഓൺലൈൻ തന്നെയാണ്, സൂമിലാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ അതിന് കുറച്ച് ടൈം എടുക്കും. നമുക്ക് ടൈം സ്ലോട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അതനുസരിച്ചാണ്. അപ്പൊ അതിനുശേഷം അതിന് എന്റെ കൂടെ എടുത്തു ചോദിക്കണം. അപ്പൊ അതിനൊരു ഒരു എന്താ പഠിക്കണ്ടേ അങ്ങനെ വല്ലതും ഐഡിയ തന്നിരുന്നോ? ഒന്ന് രണ്ട് അതായത് ഞാൻ ചെയ്തത്, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണിതെന്ന്. അപ്പൊ ഞാൻ ഇവർക്ക് മെയിൽ ഇട്ടു, യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടേക്ക്. അപ്പൊ അവരെനിക്ക് മോഡൽ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നും ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്തു തന്നു. ആ മോഡൽ ക്വസ്റ്റ്യന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പൊ ന്യൂമറസിയുടെയും ലിറ്ററസിയുടെയും ഒരു ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കിട്ടും. ഏതാണ്ട് ആ പാറ്റേൺ തന്നെ അല്ല, ഏത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓഫർ കിട്ടത്തുള്ളൂ അല്ലെ? അൺകണ്ടീഷണൽ കിട്ടും. അതിന് മുമ്പ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ശേഷം ഈ ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് അവർ അൺകണ്ടീഷണൽ. അതിന് മുന്നേ, അതായത് ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവര് റെഫറൻസ് കളക്ട് ചെയ്യും. അതിനൊരു ഫോം ഉണ്ട്. അതായത് നമ്മുടെ 2 റെഫറീസിനെ നമ്മൾ കൊടുക്കണം. ആ 2 റെഫറീസിനും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ പോകും. അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് കളക്ട് ചെയ്യും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നത്. അപ്പം കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നത് വരെയും നമ്മുടെ സാധാ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, PCC, മെഡിക്കല്, ഈ തുടങ്ങിയ PCC മെഡിക്കൽ ഒന്നും പിന്നീട് മതി, മതി. ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതും കൂടെ പ്രൂവ് ചെയ്താൽ മതി. പിന്നെ ടീച്ചിങ് കോഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് വേറെ എല്ലാ കോഴ്സിനും ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളോട് ഒരു പോലീസ് വെറ്റിംഗ് ഫോമും കൂടെ ചോദിച്ചു. അതെ, പോലീസ് വെറ്റിംഗ്. അതായത് നമ്മൾ ഇവിടുത്തെ സ്കൂൾസിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് വെറ്റിംഗ് ക്വാളിഫൈ ആകണം. അത് ഇത് പറഞ്ഞ പോലെ എല്ലാ കോഴ്സിലും ഉണ്ടോന്ന് അറിയാം. ഞങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് പോലീസ് വെറ്റിംഗ് എനിക്കില്ലായിരുന്നു. അതായത് നമുക്കിപ്പോ ഒബ്സർവേഷൻ ഡേയ്സ് അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ എൻ്റർ ചെയ്ത് സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് പോലീസ് വെറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അൺകണ്ടീഷണൽ കിട്ടാനാണ് ഈ ഇന്റർവ്യൂവും അതുപോലെ തന്നെ ന്യൂമറസി ലിറ്ററസി ടെസ്റ്റ്, 2 റെഫറൻസിന് മെയിൽ പോകുന്നു, പോലീസ് വെറ്റിംഗ്. ഇതാണ് അഡീഷണൽ ആയിട്ട് ടീച്ചിങ് കോഴ്സിന് വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ അല്ലെ? ഓക്കെ, അപ്പം അങ്ങനെ അതിനുശേഷമാണ് പിന്നെ വിസ. വിസയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഒരു 1.5 മാസം അല്ലെ, ഒരു 1.5 മാസമാണ് എടുത്തത്. ആദ്യം AIP ആണ് വന്നത്. AIP വന്നിട്ട് ഇവരുടെ കഥ ഞാൻ കേട്ടതാണ്. 2 പേർക്കും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് വിസ വന്നു. ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തില് വിസ വന്നു. അതായത് കോഴ്സ് തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് വിസ കിട്ടിയത്. പക്ഷെ അല്ലെ, കോഴ്സ് തുടങ്ങുന്നത് ജാനുവരി 15-നാണ് ഞങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ വിസ വന്നത് ജാനുവരി 11 രാവിലെ 13-ന് ഞങ്ങള്. പക്ഷെ ഇവര് ഒരു നേരത്തെ തന്നെ ഇവര് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു വിസ കിട്ടുന്നതിന് മുന്നേ. അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോ വിസ കിട്ടിയില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് എനിവേ ഇവരുടെ കാര്യത്തിലെല്ലാം കറക്റ്റ് ആയിട്ട് സംഭവിച്ചു. കറക്റ്റ് സമയത്തിന് തന്നെ എത്തി അല്ലേ? ഇവര് 1 ഡേ പോലും എക്സ്റ്റൻഷൻ തന്നില്ല യൂണിവേഴ്സിറ്റിന്ന്. യൂഷ്വലി ഒരു പ്രോഗ്രാമിന് ലേറ്റ് കമേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പോ എത്രയോ 30 ഡേയ്സോ? അതെ, 30 ഡേയ്സ് വരെ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. 1 ഡേ പോലും എക്സ്റ്റൻഷൻ തരാൻ വില്ലിങ് ആയില്ല. ഒന്നുകിൽ സമയത്തിന് നമുക്ക്, അതായത് 15 ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 15 തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻടേക്ക് നോക്കുക. ഓ അത് ശരി. ഓ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? അപ്പൊ കറക്റ്റ് ഡേറ്റില് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും നമ്മളുടെ പ്രോഗ്രാം ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിസംബർ മന്ത് ഫുൾ ഇവിടെ ഹോളിഡേ ആണ്. അപ്പൊ അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും. അതാണ് പറ്റിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിൽ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തന്നെ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. കാര്യം അത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. അപ്പൊ മാക്സിമം നേരത്തെ വിസ കിട്ടി നമ്മള് കുറച്ച് സമാധാനത്തിൽ നമുക്ക് വരുന്ന രീതിക്ക്
നമ്മൾ നേരത്തെ തുടങ്ങുന്നതായിരിക്കും. ഈവൻ നമ്മുടെ IELTS PT ഒക്കെ എഴുതുന്നത് ഉൾപ്പെടെ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് വരാം. അല്ലെ ഞങ്ങളെ പോലെ ടെൻഷൻ അടിക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസിലൻഡിൽ ഈ ഡിസംബർ ടൈമാണ് ഇവിടുത്തെ ആനുവൽ ലീവ്. കാരണം ഡിസംബർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാര്യം നവംബർ ഡിസംബർ ആണ് ഇവിടുത്തെ സമ്മർ ടൈം. അപ്പം ഇവിടുത്തെ ആനുവൽ സ്കൂൾ ഹോളിഡേയ്സ് എല്ലാത്തിന്റെയും ക്ലോസിംഗ് ആണ് ആ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ജനുവരി ന്യൂ ഇയറിന് ശേഷമാണ് എല്ലാം പിന്നെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങാം. എന്റെ കേസിൽ അതാ ഈ ഹോളിഡേസ് ബാധിച്ചത്. കാര്യം കാർത്തികയ്ക്ക് വരുന്നതിനും 2 weeks മുൻപ് തന്നെ എനിക്ക് AAP വന്നു. പക്ഷെ എന്നോട് FTS ചോദിച്ചു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ FTS ചോദിക്കുന്ന അതും ഒരു പ്രൊസീജിയറാ. അത് FTS എന്ന് പറഞ്ഞാല് നമ്മള് 1 yearന്റെ ലിവിംഗ് എക്സ്പെൻസ് മുൻകൂറായിട്ട് കാണിക്കണം ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ. ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊസീജിയറാണ്. ഇപ്പൊ ബാങ്ക് ഹോളിഡേസ് ആയിപ്പോയി. അപ്പൊ എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് അതിന്റെ നമുക്ക് ആ സ്വിഫ്റ്റ് കോപ്പി കിട്ടുമല്ലോ, അതൊക്കെ കിട്ടുന്നതിനൊക്കെ ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതാണ് അത്രയും ലേറ്റ് ആയത്. ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് എനിക്ക് റെസീപ്റ്റ് വരുന്ന ടൈമിനുള്ളിൽ കാർത്തികയ്ക്ക് AAP വന്നു. എനിക്ക് FTS ചോദിക്കാത്തത് കൊണ്ടാണ് അതെ FTS ചോദിച്ചിരുന്നെങ്കിൽ ആ പ്രൊസീജിയറിന് ടൈം ഇല്ല. അത്രയും ടൈറ്റ് ആയത് ഈ ഡിസംബർ മന്തിൽ ഇത് ഇത്രയും നടന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് കോഴ്സിന് വന്ന ഒരാളുടെ കേസിൽ 1 week ആൾക്ക് ഇത് കിട്ടിയിരുന്നു, എക്സ്റ്റൻഷൻ കിട്ടിയത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവര് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ ആണ്. ഞാൻ പഠിച്ചതും അവിടെയാണ്, ഹാമിൽട്ടൺ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. തിരിച്ചു വന്നതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അറിഞ്ഞു, എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളത് അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ പഠിക്കുന്ന കോഴ്സ് മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്ലൈന് എന്തൊക്കെ സബ്ജക്ട് അതിൽ കവർ ചെയ്യുന്നുണ്ട്, അത് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് നാട്ടിലെ BEdുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് പ്രോഗ്രാമിന് ഇല്ല. വളരെ ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 1 year പ്രോഗ്രാം ആണ്. യൂഷ്വലി എല്ലാ മാസ്റ്റേഴ്സും 1.5 years ആണ്. പക്ഷെ നമ്മുടെ ടീച്ചിങ് പ്രോഗ്രാം മാത്രമാണ് ഈ 1 year ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർമലി ഇവിടത്തെ 1 year കോഴ്സിൽ അവരെ കവർ ചെയ്യുന്നത് ഇവിടത്തെ 120 points ആണ്. പക്ഷെ നമ്മുടെ എന്ന് പറയുമ്പോൾ 180 credit ആണ്. അപ്പൊ 180 അതുകൊണ്ട് കോഴ്സ് കുറച്ച് ഇന്റൻസ് ആണ്. കുറച്ചധികം. ശരിക്കും ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു കഴിഞ്ഞ ഇയർ ക്വാളിഫൈ ആയി പോയവരുടെ ഒരു ഫേസ് ടു ഫേസ്. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് ശരിക്കും എനിക്ക് പറ്റിയത് ഞാൻ ഈ കോഴ്സിന്റെ ഇന്റൻസിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത്രയും ടൈറ്റ് ആണ് കോഴ്സ്. അതാണ് ഫസ്റ്റ് പറയാനുള്ള പോയിന്റ് ടീച്ചിങ് പ്രോഗ്രാമിനെ പറ്റി. സമയം ഒട്ടും ഉണ്ടാവില്ല. അതിന്റെ കൂടെ പാർട്ട് ടൈം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, പെട്ടെന്ന് നമുക്ക് മറ്റേ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ മാസ്റ്റേഴ്സ് തന്നെ എടുക്കാൻ കാരണം എന്താ? മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ്. കാര്യം വേറെയും ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. ഒരു എന്താണ് ശരിക്കും ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൾറെഡി മാസ്റ്റേഴ്സ് ഉള്ളവരാണ്. അപ്പൊ നമ്മൾ താഴേക്ക് വരുന്നത് പോലൊരു, അത് മാത്രമല്ല നമുക്ക് റിസർച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പലരും പറഞ്ഞു കേട്ടത്. പക്ഷേ മാസ്റ്റേഴ്സ് വരെ ചെയ്തിട്ട് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലെവലിൽ വന്ന ആൾക്കാർ ഉണ്ട്. പക്ഷെ നമുക്കതിൽ ഉറപ്പില്ല. അത് തന്നെയാണ് എന്നോട് ഏജൻസി പറഞ്ഞത്. ഞാനും വേറൊരു ചെറിയ കോഴ്സ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് ആ ടൈമില്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ പുറകിലേക്ക് പോയാൽ നിങ്ങൾ ചിലപ്പോ വിസ ക്യാൻസൽ ആകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, BEd ഉണ്ട്. എന്നിട്ട് തിരിഞ്ഞ് ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒന്നാണ്. പക്ഷെ പലരും പറയുന്നുണ്ട് ഇവിടെ ടീച്ചിങ്ങിന് സ്കോപ്പ് ഉള്ളത് കൊണ്ടും ഇവിടെ ടീച്ചേഴ്സിന്റെ കുറവായതുകൊണ്ടും അവരെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിൽ ഉറപ്പില്ല. അതെ, അത് പറയാനും പറ്റത്തില്ല. ഇതിപ്പം ഓരോരുത്തരുടെ കേസ് പോലെ ഇരിക്കും. ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് ഈ കോഴ്സ്, ഈ മാസ്റ്റർ ഓഫ് ടീച്ചിങ്ങിന്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാന്ന് ചോദിക്കാം. നമ്മുടെ കോഴ്സ് വരുന്ന 1 വർഷത്തെ കോഴ്സാണ്. 180 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്.
മൊത്തത്തിൽ നമുക്ക് 11 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പേപ്പർ, ഒരു ഫൗണ്ടേഷൻ പേപ്പർ ആണ്. അതിനകത്ത് നമ്മളെ ന്യൂസിലൻഡിലെ എഡ്യൂക്കേഷനെ കുറിച്ച്, സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പേപ്പറാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന റിസർച്ച് പേപ്പർ ആണ്. അതാണ് ഒരു 30 പോയിന്റ്സ് വരുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സും, ബാക്കി 10 പേപ്പർ നമുക്ക് 15 ക്രെഡിറ്റ് പോയിന്റ് വെച്ചിട്ടാണ് വരുന്നത്. അതിൽ അടുത്ത ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് ഒരു 5 പേപ്പർ, അടുത്ത സെമിസ്റ്ററിൽ 4. അങ്ങനെയാണ് പേപ്പറിന്റെ ആ ഒരു ഇത് പോയേക്കുന്നത്. ശരിക്കും ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും മാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഈ റിസർച്ച് പേപ്പറാണ്. അവർക്ക് ഈ 30 ക്രെഡിറ്റ്സിന്റെ റിസർച്ച് പേപ്പർ വരുന്നില്ല. നവംബറിൽ കോഴ്സ് കഴിയും. അതെ. ഈ കോഴ്സ് ആണെങ്കിൽ ഇവരുടേത് ലീഡിംഗ് ടു രജിസ്ട്രേഷൻ ആണ്. അല്ല, കഴിയുന്നത് ജാനുവരി. അപ്പം ജാനുവരി തുടങ്ങി ജാനുവരി കറക്റ്റ് 1 ഇയർ. ഓക്കെ. അപ്പം എത്ര 11 പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് റിസർച്ച് പേപ്പർ. അതിന് 30 ക്രെഡിറ്റ്സ് ഉള്ള ഒരു റിസർച്ച്. അത് എൻഡിലായിരിക്കും അല്ലേ? ഓക്കെ. അതാണ് ഒരു കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ചപ്പോഴാണ്, അപ്പൊ ഇത് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? മൺഡേ ട്യൂസ്ഡേ ആണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലാസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് 9 to 4 ആയിട്ട്. ലഞ്ച് ബ്രേക്ക് ഒക്കെ ഒരു ഹാഫ് ആൻ അവർ കൊടുത്ത് ശരിക്കും മൺഡേ ടു ഫ്രൈഡേ തരേണ്ട ക്ലാസ് അവര് നമുക്ക് 3 days തരുന്നതിന് വേണ്ടിയിട്ട് മൺഡേയും ട്യൂസ്ഡേ ആയിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുന്നു. വെനസ്ഡേ ഇല്ല. ഈ 2 days ആണ്. പക്ഷെ ബാക്കി ഡേയ്സിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം വർക്ക് കാണും. അപ്പൊ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. അതെ. ഈവൻ ഇപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞ ബ്രേക്ക് ആണ്. ടീച്ചർ റിസസ് വീക്ക് 2 weeks സ്കൂളിലെ ബ്രേക്ക് പോലെ തന്നെ. പക്ഷെ ഇവർക്ക് അസൈൻമെന്റ്സ് എല്ലാം ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജാനുവരിയിൽ കോഴ്സ് തുടങ്ങി. ഇപ്പൊ ഒരു 3 മാസമായി. ഈ 3 മാസത്തിനിടയിലാണ് ഇടയ്ക്ക് 2 ആഴ്ച നമ്മള് ടീച്ചിങ് ഒബ്സർവേഷന് വേണ്ടിയിട്ട് പോയത്. ബാക്കി ഈ പീരീഡ് ആണ് നമുക്ക് ഈ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് വെച്ച് പോയത്. ക്ലാസ് തുടങ്ങിയ സമയത്ത് നമുക്ക് 5 ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു. ബ്ലോക്ക് വീക്ക് ആയിരുന്നു. അപ്പൊ നമുക്ക് കമ്പൽസറി ആണ് 5 ദിവസവും ക്ലാസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് കഴിയുന്നതോടുകൂടി ഏതാണ്ട് ഈ സെമസ്റ്റർ കഴിയും. ടീച്ചിങ് പ്രാക്ടീസ് ഏതാണ്ട് ഒരു 2 മാസം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെമസ്റ്റർ വരുമ്പോൾ വീണ്ടും ഫസ്റ്റ് ആഴ്ച നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അത് കഴിഞ്ഞാൽ വീണ്ടും വീക്ക്ലി 2 days വെച്ചായിരിക്കും. പിന്നെ വീണ്ടും ടീച്ചിങ് ഒബ്സർവേഷൻ, അങ്ങനെ മിക്സ് ചെയ്താണ് ഇത് പോകുന്നത്. അപ്പം ഇപ്പൊ കേട്ടല്ലോ ടീച്ചിങ് പ്രാക്ടീസ്. നമുക്ക് അത് തന്നെയാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യനും. ടീച്ചിങ് പ്രാക്ടീസ് ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട് ഈ ഒരു 1 year കോഴ്സിന്റെ ഉള്ളില് എന്നുള്ളതാണ്. ഈ 1 year പ്രോഗ്രാമിൽ 80 days ആണ് ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നേരത്തെ കാർത്തിക പറഞ്ഞ ഫസ്റ്റ് ഫൗണ്ടേഷണൽ പേപ്പർ കഴിയുന്നതോടുകൂടി നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ദെൻ 10 days ഒബ്സർവേഷൻ ഡേയ്സ് ആണ്. അതായത് ഒരു സ്കൂളിൽ പോവുക, ഒബ്സർവ് ചെയ്യുക. അതായത് ബ്രിഡ്ജ് ചെയ്യാണ് നമ്മുടെ ടീച്ചിങ്ങിലേക്ക്. നമുക്കറിയില്ല എന്താണ് എങ്ങനെയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ന്യൂസിലൻഡ് സ്കൂൾ കാണുകയാണ്. എൻറ്റയർലി ന്യൂ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ 10 days നമുക്ക് മാക്സിമം ക്ലാസ് ഒബ്സർവ് ചെയ്യുക, ഒബ്സർവേഷൻ ഉണ്ടാക്കുക. നമ്മുടെ സബ്ജക്ട് ഏരിയ മാത്രമല്ല, എല്ലാ കരിക്കുലവും എല്ലാ എൻറ്റയർ സബ്ജക്ട്സുകളും പോയിട്ട് നമ്മൾ കാണണം. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആ 10 days എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും മിക്ക സ്കൂളുകളും തരാറില്ല. നമുക്ക് മാക്സിമം അവര് പ്രൊവൈഡ് ചെയ്ത് തരും ആ ഒബ്സർവേഷന് വേണ്ടി. ശേഷം ഇനി തുടങ്ങാൻ പോണത് മെയിലാണ്. അതൊരു 5 weeks ടീച്ചിങ് പ്രാക്ടീസ്. അത് ഒബ്സർവേഷൻ ഉള്ളതാണ്. അത് ഒബ്സർവ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ BEd പോലെ തന്നെ ഒബ്സർവേഷൻ വരും. പക്ഷെ നാട്ടിലെ BEdനെ കാട്ടിയും കുറച്ചും കൂടെ അവര് ഓർഗനൈസ് ചെയ്താണ് ഒബ്സർവേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് മെയിൽ വന്നു എന്ന ഒബ്സർവേഷൻ വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യുന്നത്, ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഈ സമയവും നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. ശരിക്കും ഒബ്സർവേഷൻ അടുത്ത ടേമിലെ 7 weeks. അത് കുറച്ചും കൂടെ ഒരു നമ്മുടെ പക്കാ ടീച്ചിങ് അവിടെ നമുക്ക് കറക്റ്റ് ടീച്ചിങ് ആണ്. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ എല്ലാം പഠിപ്പിക്കണം. അതിപ്പോ ജിസ്മിക്ക് അറിയാലോ, അങ്ങനെ ഇത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്കാണെങ്കിലും അതെ. അപ്പൊ അതുകൊണ്ട് അവര് ഈ ഒരു കോഴ്സിൽ മൊത്തത്തിൽ അവര് നോക്കുന്നത് നമ്മുടെ പ്രോഗ്രസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അടുത്ത ഇതിലോട്ട് വരുമ്പം ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം. ലാസ്റ്റ് സെമിസ്റ്ററിൽ ആ ഒരു ഇതാവുന്ന സമയം ടീച്ചിങ് പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിത്തൗട്ട് സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് ടേം 3 സ്കൂളിലെ ടേം 3 ഇപ്പം ടേം 1 ഈ 2 weeks ഇവിടുത്തെ ന്യൂസിലൻഡ് സ്കൂൾ സിസ്റ്റം അറിയാലോ, 4 ടേം ആണുള്ളത്. ഓരോ ടേമും മാക്സിമം 10 weeks ആണ്.
ടേം 1 മാത്രം ഈ ഇയറിൽ 11 വീക്സ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു 10 വീക്സ് ആണ് ഓരോ ടേം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ടേം 1 ഇവർ 2 വീക്സ് ഒബ്സർവ് ചെയ്തു. ഇനി ഉള്ളത് ഒബ്സർവേഷൻ പ്ലസ് ടീച്ചിങ് ആണ് അല്ലേ? ഒബ്സർവേഷൻ അത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാനില്ല, ടീച്ചിങ് തന്നെയാണ്. പക്ഷേ അതൊരു പറഞ്ഞില്ലേ ട്രയൽ ആൻഡ് എറർ പീരീഡ് ആണ്. ടീച്ചിങ് വിത്ത് സപ്പോർട്ടാണ്. നമ്മുടെ മെന്റർ ടീച്ചർ ഒരു ക്ലാസ് മൊത്തത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നവര് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത്. ജിസ്മിക്ക് അറിയാലോ, ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഡു നൗ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കാണും. അത് മാത്രമാണെങ്കിൽ അതൊരു ലേണിംഗ് ഇവന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അതൊരു ലെസൺ പ്ലാൻ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ കുട്ടികള് ഇപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈലന്റ് ആയിട്ട് തന്നെ നമുക്കത് ഫുള്ള് ബിഹേവിയറൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നൊന്നും മൊത്തത്തിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് വരുന്ന ടേം 3 അത് എത്ര ദിവസം? 7 വീക്സ് ആണ്. 7 വീക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി പഠിപ്പിക്കണത് വിത്തൗട്ട് സപ്പോർട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സ്കൂളുകളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു മെന്റർ ടീച്ചർ ഉണ്ടാവും അല്ലേ? 1 തൊട്ട് 3 വരെ ആവാം. എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് 2 പേരുണ്ട്. ഓക്കെ അങ്ങനെയാണല്ലേ. ഇപ്പം ഇത് ആതിര എന്റെ സ്കൂളിലാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ് ആതിര വന്നത് 2 വീക്സിന്റെ. ഇനി ഈ ടേം 2 തുടങ്ങുമ്പോ വരുന്നതും അവിടേക്കാണ്. പിന്നെ ടേം 3 ഇവര് സ്കൂൾ മാറും. പിന്നെ ഈ സ്കൂളുകള് ഇവര് എനിക്ക് തോന്നുന്നു നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് സ്കൂളില്. പക്ഷെ ഞാൻ ശരിക്കും വെക്കാത്ത സ്കൂളാണ് കിട്ടിയിരിക്കുന്നത്, വെക്കാത്ത സ്കൂളാണ് കിട്ടിയിരിക്കുന്നത്. അതവര് പറയുന്നുണ്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. പക്ഷെ അവര് അത് നിങ്ങൾ എന്തുകൊണ്ട് അതെന്താന്നറിയോ, ഞങ്ങൾ നോക്കിയപ്പോ കുറച്ച് ദൂരം തോന്നി. അപ്പൊ അത് വിചാരിച്ചു ഇത്രയും ദൂരമല്ലേ, അടുത്തുള്ള സ്കൂളുകൾ വെക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അടുത്തുള്ള സ്കൂളുകൾ മാത്രം ഓപ്റ്റ് ചെയ്ത് വെച്ചു. പക്ഷെ ഞങ്ങളുടെ ട്യൂട്ടർ പറഞ്ഞു അവരടുത്തുള്ള സ്കൂൾ എപ്പോഴും കൊടുക്കുന്നത് കുട്ടികളുള്ളവർക്ക് അല്ലെങ്കിൽ സിംഗിൾ പേരൻസ് അങ്ങനെയുള്ളവരെ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് കാരണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചത് ഫീസ്, ഡ്യൂറേഷൻ ആൻഡ് സ്റ്റേ ബാക്ക് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റേ ബാക്ക് നമ്മൾ പറഞ്ഞോ? ഫീ നമ്മൾ പറഞ്ഞു? ഇല്ല, ഫീസ് പറഞ്ഞില്ല. ഫീ ഫസ്റ്റ് വന്നപ്പോ 55,653 ആയിരുന്നു. പിന്നെ അവർ ഫീ റെഡ്യൂസ് ചെയ്തു. 8,000 സംതിങ് അവർ റെഡ്യൂസ് ചെയ്തു. അതുപോലെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5,000 to 15,000 ആണ് സ്കോളർഷിപ്പ്. അത് നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പോലെ അക്കാഡമിക്കലി നല്ല മെരിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ സ്കോളർഷിപ്പ് എമൗണ്ട് കഴിഞ്ഞ് പേ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് തുടക്കത്തിൽ ഈ കോഴ്സിന്റെ 1 ഇയർ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 55 ആയിരുന്നു. ദെൻ അവര് റെഡ്യൂസ് ചെയ്തു, 8,000 സംതിങ് റെഡ്യൂസ് ചെയ്തു. 46 കറക്റ്റ് എമൗണ്ട് അങ്ങോട്ട് ഫിഗർ എമൗണ്ട് കിട്ടുന്നില്ല. പക്ഷെ ഓക്കെ, അപ്പൊ ഇപ്പൊ 1 ഇയർ കോഴ്സ് എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് എനിക്കിപ്പം ഞാൻ അന്ന് 1.5 വർഷത്തിന്റെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നപ്പം ഈ ഒരു ഫീസ് ആയിരുന്നു 46 ആയി. പക്ഷെ ടീച്ചിങ് ഇത്രയും ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ആണ്, അതുകൊണ്ടാണ് അതിന് ഇത്രയും ഫീസ്. പിന്നെ ഈ ശരിക്കും പറഞ്ഞ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം പഠിപ്പിക്കാനുള്ള കാര്യമാണ് ഈ 1 വർഷത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീയും കൂടുതലായിരിക്കും. സാധാരണ നിങ്ങളിപ്പോ ഉള്ള ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഫീസ് അല്ല, അതിൽ കൂടുതൽ ഫീസ് വരുന്നുണ്ട് ഈ കോഴ്സിന്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വേറെയാണ്. അതിന്റെ ഫീ അറിയാവോ? ഫീ കുറവാണ് എന്നെ അറിയുള്ളൂ. ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കും സ്റ്റേ ബാക്ക് പീരീഡ് കുറവാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 8 months കൊണ്ട് തീരുന്ന പ്രോഗ്രാം ആണ്. 8 months സ്റ്റേ ബാക്ക് ഉള്ളൂ. അതേസമയം മാസ്റ്റേഴ്സ് 1 ഇയർ പ്രോഗ്രാം ആണെങ്കിലും 3 years സ്റ്റേ ബാക്ക് ഉണ്ട്. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫാമിലി കൊണ്ടുവരാം, വിത്ത് വർക്ക് വിസയിൽ ഡിപെൻഡന്റ് ആയിട്ട് ഫാമിലിയെ കൊണ്ടുവരാം. ലെവൽ 9 ആയപ്പോ ഫാമിലി അലൗഡ് ആണ്. അതെ. പിന്നെ എന്താണ്, ഓക്കെ, നമ്മൾ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? കിട്ടിയിരുന്നു, സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അത് ഫസ്റ്റ് നമ്മുടെ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയതിന് ശേഷം PTA എനിക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടി. PTA ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ PTA ക്ലിയർ ചെയ്തതിന് ശേഷം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. അപ്പൊ ഒരു 1 month എടുത്തു സ്കോളർഷിപ്പ് സാങ്ഷൻ ആയി വന്നു. അത് ഏജൻസി ആണോ ചെയ്തത്? ഏജൻസി തന്നെ ചെയ്തത്. ഏജൻസി പറഞ്ഞു എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു സ്കോളർഷിപ്പ് ഉണ്ട്, വൈസ് ചാൻസലേഴ്സ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്കുള്ള സ്കോളർഷിപ്പ് ഓരോ രാജ്യങ്ങൾക്കും ഓരോ പേരിലുണ്ട്.
അപ്പൊ നമുക്ക് മാക്സിമം 15,000 വരെ കിട്ടാം. 15. ഓക്കെ. ഓക്കെ. പിന്നെ എന്റെ അന്നത്തെ കേസിൽ ഞാനിപ്പോ ഓർത്താണ്, ഏതായിരുന്നു ഏജൻസി? ജൂബി റിച്ച്. ഓക്കെ, എന്റെ ജൂബി റിച്ച് തന്നെ എല്ലാരും. ജൂബി റിച്ച് ഞാനും വീഡിയോയിൽ പറഞ്ഞപ്പോ കുറെ പേർക്ക് അറിയാമായിരിക്കും. പക്ഷെ എന്റെ അന്നത്തെ കേസിൽ എന്നോട് പിന്നെ സ്കോളർഷിപ്പിനെ പറ്റി ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴും അവർക്ക് അന്ന് അത്രയും ഇതൊരു പോപ്പുലർ അല്ലായിരുന്നു തോന്നുന്നു സ്കോളർഷിപ്പുകൾ. ഇപ്പൊ എന്തായാലും എല്ലാവരും അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാൻ ഇവിടെ വരുന്നതിന് മുന്നേ അക്കോമഡേഷൻ കിട്ടിയോ, അക്കോമഡേഷൻ കിട്ടാനുള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അക്കോമഡേഷൻ ഞങ്ങള് അധികം ബുദ്ധിമുട്ടിയെന്ന് പറയാനില്ല, പക്ഷെ എന്നാൽ കുറച്ച് ടൈം എടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് അറേഞ്ച് ചെയ്തത്. ഒരുപാട് സ്കാമേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും പക്ഷെ കിട്ടിയ അക്കോമഡേഷൻ ഫേസ്ബുക്കില് നമ്മളിപ്പോ ഏരിയ തിരിച്ച് ഹാമിൽട്ടൺ ബേസ് ചെയ്തുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ പ്ലേസ്, ഞങ്ങളിപ്പോ ഹാമിൽട്ടൺ ആയതുകൊണ്ട് ഹാമിൽട്ടൺ പ്ലേസ് ചെയ്ത് ഹാമിൽട്ടൺ ആ ഏരിയ ഫോക്കസ് ചെയ്ത് കുറെ അക്കോമഡേഷൻ സെർച്ച് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് ബോണ്ട് ചോദിക്കും കേട്ടോ, സ്ഥലം റിസർവ് ചെയ്തിടുന്നതിന്. പക്ഷെ എന്റെ ഹൗസ് ഓണർ പറഞ്ഞു വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ബോണ്ട് തന്നാ മതി, വന്നോളാൻ പറഞ്ഞു. വന്നു. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാട്ടോ, ഒരേ അക്കോമഡേഷൻ ആണ് വന്നതെങ്കിലും ഞാൻ ഫസ്റ്റ് വൺ വീക്ക് നിന്നത് വേറെ അക്കോമഡേഷൻ, മലയാളി ഫാമിലി തന്നെയാണ്. അതും ഇതുപോലെ തന്നെയാണ്. വളരെ നല്ല അക്കോമഡേഷൻ ആയിരുന്നു. പിന്നെ റൂമിൽ അവിടെ വീട്ടില് വീണ്ടും ഒരു റൂം വേക്കന്റ് ആയപ്പോഴത്തേക്കാണ് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. ഇവരുടെ എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, നമ്മള് ഒറ്റയ്ക്ക് വരും, എനിക്കെപ്പോഴും ഇവരെ കാണുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഈ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മളൊരു കൺട്രിയിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് വന്ന് പഠിക്കാന്ന് പറഞ്ഞ ഇപ്പൊ ഏത് കോഴ്സ് ആണെങ്കിലും അതൊരു ബുദ്ധിമുട്ടുള്ള, ശരിക്കും നന്നായി നമ്മൾ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഹോം സിക്നെസ് നമുക്ക് വരും. പിന്നെ നമുക്ക് ഇവിടെ അറിയുന്ന ആരുമില്ല, ഒരു പുതിയ രാജ്യം, ന്യൂ കൾച്ചർ, ന്യൂ പീപ്പിൾ, എവറിത്തിങ് ഈസ് ന്യൂ. അപ്പൊ നമുക്ക് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷെ നമ്മുടെ കൂടെ അതേ കോഴ്സ് അതേ രീതിയിലുള്ള ഒരാളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റും ഈ സ്റ്റുഡന്റ് പീരീഡ് എന്നുള്ളത് എനിക്ക് ഇവരെ കാണുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട്. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ ശരിക്കും മുമ്പ് ജിസ്മിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്, ഇപ്പൊ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്തു. അതെ, അതും ആതിര കാർത്തിക എനിക്ക് ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. കാർത്തികയുടെ ഞാൻ ഒരുപാട് ഓർക്കണില്ല, പക്ഷെ ആതിരന്റെ കമന്റ്സും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരിക്കലും മെസ്സേജ് അയച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ നമ്മൾ വന്നിരുന്ന് ചെയ്യുന്നോ ഇങ്ങനെയൊക്കെ ആവുന്നോ വിചാരിച്ചില്ല. വീഡിയോ കാണുന്ന സമയത്ത് നമ്മളും വിചാരിക്കുന്നില്ല കാണും അല്ലെങ്കിൽ ശരിയാ. അപ്പൊ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അക്കോമഡേഷൻ പിന്നെ കിട്ടാനായിട്ട് രണ്ടുപേരും FB തന്നെയായിരുന്നു. ഒരു ഗ്രൂപ്പ് ഉണ്ട് FB നോക്കുവാണെങ്കിൽ ഒത്തിരി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകിൽ നമുക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാം, നമുക്ക് അക്കോമഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിക്വയർമെന്റ് വെച്ചിട്ട് ഒരു പോസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതുപോലെ പോസ്റ്റ് ഇട്ടേക്കും, അതെടുത്ത് നമുക്ക് തിരിച്ച് അവരുമായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ പല പല ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വന്ന് ഇപ്പം എന്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളോട് ഏജൻസി ത്രൂ മുന്നേ പോയവര് അവരുടെ കോണ്ടാക്ട് വെച്ചിട്ട് അവര് അന്വേഷിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് എനിക്കൊക്കെ അക്കോമഡേഷൻ ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ. ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, വുഡ് യു റെക്കമെൻഡ് ദിസ് കോഴ്സ് ടു ഫ്യൂച്ചർ ടീച്ചിങ് ആസ്പിരൻസ്? ഡെഫിനറ്റ്ലി. അത്രയും നിങ്ങൾക്ക് ടീച്ചിങ്ങിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ അത് വൃത്തിയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ എവിടെ നോക്കിയാലും ടീച്ചിങ്ങിന് സ്കോപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ സെക്കൻഡറി ഫീൽഡില് ഞങ്ങളുടെ ലെക്ചർ പറയാറുണ്ട്, നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി ഏത് രാജ്യത്ത് ഇറങ്ങിയാലും നിങ്ങൾക്ക് ജോബ് കിട്ടും. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. എത്രത്തോളം അതിൽ ട്രൂത്ത് അല്ല നിങ്ങൾ നോക്കുന്നത്, കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. പിന്നെ ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ ഒരുവിധം കൺട്രീസിലെല്ലാം അതെ യൂണിവേഴ്സിറ്റികളെല്ലാം ടോപ്പ് 3% വരുന്നതാണ് വേൾഡ് ക്ലാസ്സിൽ. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു നഷ്ടമാവൂല. പിന്നെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക മാസ്റ്റേഴ്സ് ആയിരിക്കോ അതോ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിരിക്കോ? കോഴ്സിന്റെ ഇന്റൻസിറ്റി കുറവ് എപ്പോഴും
ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് ഇപ്പൊ തന്നെയാണ്. ഓൾറെഡി നാട്ടിലെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ ഒക്കെ അവര് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്താലും ഓക്കെ ആയിരിക്കും. നാട്ടിലെ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് വരികയാണെങ്കിലാണ് അതെടുത്താലുള്ള വിസയുടെ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ പിന്നെ സാധ്യത. മാസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മളിവിടെ ടീച്ചിങ് ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൽ 9 ആണ്, ഗ്രേഡ് 5 ആണ് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ മാസ്റ്റേഴ്സ് വേണമെന്നില്ല. പക്ഷെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇതിന് 3 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല, പ്രത്യേകിച്ച് ഈ കോഴ്സ് പഠിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ടീച്ചിങ് പഠിച്ച് ഇവരുടെ ഹൈലൈറ്റ് ഇപ്പൊ ഇവർക്ക് എന്ന് വെച്ചാൽ ഇനി ഒരു ടെൻഷൻ അടിക്കേണ്ടി വരില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ പല പല സ്കൂളുകളിൽ നിന്ന് പ്രിൻസിപ്പൾസ് വന്നിട്ട് ഇവരെ മീറ്റ് ചെയ്യും. ഇവരുടെ ഒരു ഓപ്പൺ ഡേ വരുന്നുണ്ട്, ടീച്ചിങ് കോഴ്സുകളുടെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ അതിലപ്പം ഇവർ വന്ന് കാണുന്നു, ഇവർക്ക് നേരിട്ട് കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ ജോബ് ഓഫർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട്, കിട്ടട്ടെ, അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. പിന്നെ ഈ കോഴ്സ് തീരുമ്പോ നിങ്ങള് NSED-QA ചെയ്യണോ? ചെയ്ത പോലെ അത്രയും പ്രൊസീജിയേഴ്സ് ഇതിനില്ല. ശരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റും വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ രജിസ്ട്രേഷൻ ആണ്. ഒരു 1 വീക്കിനുള്ളിൽ പ്രൊസീജിയർ നടക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ. അപ്പൊ നിങ്ങൾ NSED-QA ചെയ്യേണ്ട കാര്യമേ ഇല്ല, നാട്ടിലെ ക്വാളിഫിക്കേഷൻ ഇല്ല. ഡയറക്റ്റ് നമുക്ക് ടീച്ചിങ് കൗൺസിൽ അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ എടുക്കാം. ഈ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഓക്കെ. അപ്പൊ പക്ഷെ എനിക്ക് തോന്നണം നിങ്ങൾക്ക് ചിലപ്പോൾ NSED-QA വേണ്ടി വരും നിങ്ങളുടെ സാലറി അസസ്മെന്റിന്. സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നാട്ടിലെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് സാലറിയിൽ വ്യത്യാസം വരും. അത് ഇവര് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ NSED-QA ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെയാണ് മുന്നേ ചെയ്തവര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ടീച്ചിങ് കോഴ്സ് എടുത്ത് വരാനുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയെന്നും കരുതുന്നു. കുറേയൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ.